ഹായ് ഹലോ മുത്തുമണീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിതാ പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുമെന്ന് വിളിച്ച് പറഞ്ഞേക്കാണ്. അപ്പം പഞ്ചായത്തിൽ നിന്ന് വെള്ളം മേടിക്കാനായിട്ട് ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കാകും ഇങ്ങ് എത്തുമെന്ന് പറഞ്ഞേക്കാണ്. അപ്പം പഞ്ചായത്തിൽ നിന്ന് വെള്ളം മേടിക്കാനായിട്ട് ഇവിടെ ഇടങ്ങളിൽ എല്ലാവരും പാത്രങ്ങളൊക്കെ പറക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതുപോലെ പാത്രങ്ങളൊക്കെ പറക്കി സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ കറക്റ്റ് ഞങ്ങളുടെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വെള്ളം തീർന്നു. അങ്ങനെ പിന്നെ തിരിച്ചു പോയി. രണ്ടാമത് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് രണ്ടാമതും വെള്ളം കൊണ്ടുവന്നു. പക്ഷേ രണ്ടാമതും ഈ ഭാഗങ്ങളിൽ എത്തിയപ്പോഴത്തേക്ക് വെള്ളം തീർന്നു. അപ്പം ഇന്ന് വെള്ളം കൊണ്ടുവരുമെന്ന് വിളിച്ച് പറഞ്ഞു. ഇപ്പം എന്താ അതിൻ്റെ ഹോണ് കേട്ട് വണ്ടിയുടെ ഹോണ് അടി കേട്ടിട്ടുണ്ട്. അപ്പം മേലെ എവിടെയോ ജംഗ്ഷനിലങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞങ്ങൾ ഏകദേശം ഇത്ര പാത്രങ്ങളാണ് പറക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇന്നലെയും ഇത്ര പാത്രങ്ങളാണ് പറക്കി വെച്ചത്. അപ്പുറത്തെ വീടുകളിലും അങ്ങോട്ടുള്ള വീടുകളിലൊക്കെ പാത്രം പറക്കി വെച്ചേക്കണം. എന്തായാലും മെമ്പർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം വെള്ളം വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നോക്കാം. വെള്ളം കിട്ടിയെങ്കിൽ അത്രയും ആശ്വാസം. ഇല്ലെങ്കിൽ എൻ്റെ പൊന്നു, കുളത്തിലൊക്കെ കുളത്തിൽ പോയാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കുടിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം കോരുന്നത് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ അറിയാം. ഞങ്ങളിവിടെ അടുത്തൊരു കിണർ ഇറച്ചു. പക്ഷേ ഞങ്ങളുടെ സ്വന്തമല്ല, വേറെ ഒരാളുടെ പ്രോപ്പർട്ടിയിലുള്ള വസ്തുവിലുള്ള കിണർ ഞങ്ങൾ ആ പുള്ളിയോട് അനുവാദം ചോദിച്ചിട്ട് കിണർ ഇറച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല, അതിനകത്ത് വെള്ളമില്ല. അങ്ങനെ അതുകൊണ്ടിപ്പം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ പിന്നെയും കോരി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം മേടിക്കാനായിട്ട് സെറ്റായിട്ട് ഇവിടെ നിൽക്കുവാണ്. പാത്രങ്ങളൊക്കെ കൊണ്ട് നോക്കട്ടെ. മുത്തുമണീസ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലോളെന്നുള്ള ഓപ്ഷൻ കൊടുക്കാനേ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമ്പലത്തിലും പോകണം. കൊണ്ടുവരുമോ എല്ലാവരും പാത്രങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. നോക്കാം ജസ്റ്റ്. അവിടങ്ങളിലൊക്കെ ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടങ്ങളിലൊക്കെ ആളുകൾ പാത്രമൊക്കെ പറക്കി വെച്ചിട്ട് നിൽക്കുന്നു. അവിടങ്ങളെല്ലാം പാത്രം പറക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ വീട്ടിലും പാത്രങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വരുവാണെങ്കിൽ അവിടുത്തെ വീട്ടിലും പാത്രങ്ങളൊക്കെ പറക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ പറക്കി വെച്ചേക്കുവാണ് എല്ലാവരും. നോക്കാം വെള്ളം വരുന്നുണ്ടോ. അവിടങ്ങളിലും എല്ലാവരും പാത്രങ്ങളൊക്കെ പറക്കി വെക്കുന്നുണ്ട്. വെള്ളം കിട്ടിയാൽ അത്രയും നല്ലത്. ഞങ്ങൾ ഇത്രയും പാത്രങ്ങൾ പറക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും മുകളിലോട്ട് പോയി നോക്കിയിട്ട് വരാം വെള്ളം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇന്നലെ 2 തവണ വെള്ളം കൊടുത്തിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല. വെള്ളം വണ്ടി അവിടെ നിൽപ്പുണ്ട്. അവിടങ്ങളിലൊക്കെ ആളുകൾ വെള്ളം മേടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് എത്തുമോ എന്നുള്ളത് അറിയാൻ വയ്യ. ഇനി അവിടം വെച്ച് തന്നെ വെള്ളം തീരുമോ എന്നുള്ളതും അറിയാൻ വയ്യ. ഇവിടങ്ങളിലൊക്കെ വരികയാണ് മുത്തുമണീസ്. നമുക്ക് വെള്ളം കൊണ്ടുവരുന്നു. പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നു.
റോഡ് ശരിയല്ലാത്തത് കൊണ്ടാണ് വെള്ളം കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇവിടെ അടുത്ത വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങളെ വീട്ടിൽ വരാം. ഞങ്ങളെ വീട് ഇവിടെ. അവിടെ ആളില്ലെന്ന് തോന്നുന്നു. ടാങ്ക് ഒഴിക്കുന്നു. ആരാണ്? നമ്മളെ ഇത് ഈ ചേച്ചിയുടെ വീട്. ഇവരങ്ങ് മേലില്. അങ്ങനെ വെള്ളം കിട്ടിയതിൻ്റെ വലിയൊരു ആശ്വാസത്തിലാണ് കേട്ടോ. ഞങ്ങളും പിന്നെ ഞങ്ങളുടെ ഒരു കസിൻസ് മുകളിൽ താമസിക്കുന്ന അവരും ഇവിടെ പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ 2 ടീമുകാരുടെ പാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ആവശ്യത്തിലധികം വെള്ളം കിട്ടി. അതുകൊണ്ട് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി വെള്ളത്തിൻ്റെ വലിയ ബുദ്ധിമുട്ട് തോന്നിക്കത്തില്ല. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരും എന്നാണ് വിശ്വസിക്കുന്നത്. എന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും നോക്കാം. അപ്പം എന്താ ഞങ്ങൾ വെച്ച എല്ലാ പാത്രത്തിലും നിറയെ വെള്ളം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു ആശ്വാസവും സന്തോഷവും ആയിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് വെള്ളം കൊണ്ടത് അയ്യോ അതിൻ്റെ വലിയൊരു സമാധാനമുണ്ട് മുത്തുമണീസ്. ഇനി എല്ലാത്തിനും നല്ല, അതായത് വെള്ളത്തിൻ്റെ ദാരിദ്ര്യമില്ലാതെ കുറച്ച് ദിവസം ചിലവാക്കാൻ പറ്റും എന്നുള്ളൊരിത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇങ്ങനെ ഈ വേനൽക്കാലങ്ങളിൽ വെള്ളം കൊണ്ടുവരുന്നത്, പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് വലിയൊരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരാറുണ്ടോ? അപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷത്തിലാണ്. ഇനി ഇതെല്ലാം കൂടി ചുമന്നങ്ങ് അകത്ത് വയ്ക്കുന്നതാണ് അതിലും വലിയൊരു ടാസ്ക്. എന്നാലും കുഴപ്പമില്ല, വെള്ളം കിട്ടിയാൽ അത് തന്നെ വലിയ സന്തോഷമായിട്ടിരിക്കുകയാണ് മുത്തുമണി.
എല്ലാവരുടെ വെള്ളം എല്ലാ പാത്രങ്ങളും തന്നു കഴിഞ്ഞതിന് ശേഷം അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് മുത്തുമണീസ്. ഇനി അങ്ങോട്ട് ഉള്ള സ്ഥലങ്ങളിലെല്ലാം പാത്രങ്ങൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. റോഡ് സൈഡിനൊക്കെ എല്ലാവരും പാത്രങ്ങൾ വെച്ചേക്കുവാണ്. ഇനിയിപ്പം അവർ മുകളിലത്തായത് അവരുടെ ഓരോ ഇതായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി ചുമന്നങ്ങ അകത്ത് വിൽക്കണം. പിന്നെ അതിനുശേഷം വൈകിട്ട് അമ്പലത്തിൽ പോകാനുണ്ട്. തുമ്പി ഒരു തുട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. മറ്റേവർ ടാറ്റ ബൈ ബൈ പറഞ്ഞു അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും റോഡിലോട്ട് ഇറങ്ങി നോക്കട്ടെ, വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തുന്നതൊക്കെ ഒന്ന് നോക്കാം. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പം ഇവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങ് ഫ്രണ്ടിലോട്ട്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള അവർ വെള്ളം വാങ്ങിയില്ല, അവർക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഇത്രയും അകലത്തിൽ കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പം ആ ഒരു ഭാഗത്തുള്ള എല്ലാവരും അവിടെ പാത്രം വെച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വെള്ളം കൊടുത്തു. പിന്നെ ഞങ്ങൾ പാത്രത്തിൽ പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളമെല്ലാം ഞങ്ങൾ ഇനി ചുമന്നങ്ങ് അകത്തോട്ട് വെക്കിട്ട് സൂസു അതിനായിട്ടൊന്ന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുത്തുമണീസ്. ഭയങ്കര സന്തോഷത്തിലാണ് മുത്തുമണീസ്. അതിനുശേഷം ഓലിമുത്തു പാല് കറക്കാൻ വന്നിരിക്കുകയാണ് മുത്തുമണീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് തട്ടി വിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ മുത്തുമണീസ്.